നമസ്കാരം. MCV ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊടുങ്ങല്ലൂരിൽ യുവതി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി മരിച്ചു. രക്ഷിക്കാനെത്തിയ ഭർത്തൃമാതാവിനും കൈക്കുഞ്ഞിനും പൊള്ളലേറ്റു. AITUC കൊടുങ്ങല്ലൂർ മണ്ഡലം ജില്ലാ സമ്മേളനം മാള വ്യാപാര ഭവനിൽ നടന്നു. അഖില കേരള പുലയോദ്ധാരണ സഭ മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികച്ച രീതിയിൽ പ്രളയദുരിത രക്ഷാപ്രവർത്തനം നടത്തിയ മാള പോലീസിനെ ആദരിച്ചു. ആളൂർ മേൽപ്പാലത്തിനു സമീപം പൊന്തക്കാട്ടിൽ പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. പ്രളയബാധിതരായ സംരംഭകർ, കൃഷിക്കാർ എന്നിവർക്ക് BJP ദുരിതാശ്വാസ കിറ്റുകൾ വിതരണം ചെയ്തു. കുറ്റിപ്പുറം ഇടപ്പള്ളി 4-വരിപ്പാത അതിർത്തിക്കല്ല് സ്ഥാപിക്കൽ പുരോഗമിക്കുന്നു. കല്ലുകൾ സ്ഥാപിക്കുന്നത് ബൈപ്പാസുകൾ ഒഴിവാക്കിയാണ്. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ യുവതി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി മരിച്ചു. രക്ഷിക്കാനെത്തിയ ഭർത്തൃമാതാവിനും കൈക്കുഞ്ഞിനും പൊള്ളലേറ്റു. മേത്തല കടുക്കച്ചൂട് വടശ്ശേരി പ്രജീഷിന്റെ ഭാര്യ രേണുകയാണ് മരിച്ചത്. രേണുകയുടെ 1 വയസ്സുകാരനായ മകൻ പാർത്ഥിബ്, ഭർത്തൃമാതാവ് ചിന്നമ്മു എന്നിവർക്കാണ് പൊള്ളലേറ്റത്. ഇന്നലെ രാവിലെ 8:30യോടെയാണ് സംഭവം. 90% പൊള്ളലേറ്റ രേണുകയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവിടെ ICU ഒഴിവില്ലെന്ന് പറഞ്ഞതിനാൽ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ആശുപത്രിയിലെത്തിയ രേണുക വൈകിട്ട് 5 മണിയോടെ മരണത്തിനു കീഴടങ്ങി. കുഞ്ഞിന് 70%-ഓളം പൊള്ളലേറ്റിട്ടുണ്ട്. ചിന്നമ്മുവിന് 40%-വും പൊള്ളലുണ്ട്. കുഞ്ഞും ചിന്നമ്മുവും മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലാണ്. വീടിനകത്ത് തന്നെയുള്ള കുളിമുറിയിൽ കയറി യുവതി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ശബ്ദം കേട്ട് ചിന്നമ്മു കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെ ഹാളിലിരുത്തി ഓടിയെത്തിയപ്പോൾ രേണുക നിന്ന് കത്തുന്നത് കണ്ട് കെട്ടിപ്പിടിക്കുകയായിരുന്നു. ഇതിനിടെ കുഞ്ഞും കുളിമുറിയിലെത്തി. കുളിമുറിയുടെ ഫൈബർ കൊണ്ടുള്ള വാതിൽ ഈ സമയം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ശബ്ദം കേട്ട് തൊട്ടടുത്ത് കെട്ടിട നിർമ്മാണത്തിലേർപ്പെട്ട തൊഴിലാളികൾ ഓടിയെത്തിയാണ് വാതിൽ പൊളിച്ച് മൂവരെയും പുറത്തു കൊണ്ടുവന്നത്. തുടർന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. AITUC കൊടുങ്ങല്ലൂർ മണ്ഡലം ജില്ലാ സമ്മേളനം മാള വ്യാപാര ഭവനിൽ നടന്നു. സമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. എല്ലാ വിഭാഗം ആളുകളും ഇത്തരത്തിലുള്ള സാമ്പത്തിക നയങ്ങൾക്കെതിരായിട്ടുള്ള വലിയൊരു പ്രക്ഷോഭ സമരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസൃതമായിട്ട് നമ്മുടെ പ്രസ്ഥാനത്തെ ശക്തമാക്കി കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ലക്ഷ്യമാക്കുന്നത്. എല്ലാ മേഖലകളിലും എവിടെയൊക്കെയാണ് തൊഴിലാളികളുണ്ട് എന്നുള്ളത്, ആ തൊഴിലാളികൾ ഏതൊക്കെ മേഖലയിൽ നിന്നെല്ലാം തന്നെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയും, ആ സംഘടനാ ശക്തിയിലൂടെ തന്നെ ഇതിനെല്ലാം തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കേരളത്തിനേക്കാൾ ഇന്ത്യയിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങൾ അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളെല്ലാം തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മള് വലിയൊരു മാറ്റമുള്ള ഒരു സംസ്ഥാനം എന്ന നിലയിൽ തന്നെ അത്രയ്ക്കും ദാരിദ്ര്യപൂർണമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ കേരളത്തിൽ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. പക്ഷെ തൊഴിൽ നഷ്ടപ്പെടുക എന്നുള്ളത് ഭാവി തലമുറയെ ബാധിക്കുന്ന വലിയ വിഷയമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ തൊഴിൽ മേഖലയെ തിരിച്ചു പിടിക്കുവാനുള്ള വലിയൊരു ശ്രമം, അതിനുവേണ്ടിയിട്ടുള്ള സമരങ്ങൾ, നമുക്ക് ജീവിക്കുവാനുള്ള, നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ, നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമുക്ക് ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തി കൊണ്ടുവരുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും പൊതുധാരയിൽ ഒരു വർഗം എന്ന നിലയിൽ തന്നെ നമുക്ക് എല്ലാവരുടെയും ഒപ്പം നിൽക്കുവാനുള്ള സാധ്യതകളെ വേണ്ടിയിട്ടുള്ള ഒന്നായിട്ട് വേണം നമ്മുടെ സംഘടനകളെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരേണ്ടത്. KG ശിവാനന്ദൻ, KV വസന്തകുമാർ, TK സുധീഷ്, US ശശി, TM ബാബു, KK ഭൂപേഷ്, VK ലതിക, ലളിത ചന്ദ്രശേഖരൻ, TN വേണു, GS സുരേഷ്, OC ജോസഫ് എന്നിവർ പങ്കെടുത്തു. അഖില കേരള പുലയോദ്ധാരണ സഭ മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രളയദുരിത രക്ഷാപ്രവർത്തനത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിച്ച മാള പോലീസിനെ ആദരിച്ചു. കൊമ്പത്തുകടവ് പട്ടികജാതി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് AKPUS സംസ്ഥാന പ്രസിഡന്റ് PP സർവൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രളയത്തിലൂടെ നമുക്ക് ആളുകളെ തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സത്യമാണ്. കേരളത്തിലെ ജനങ്ങള് രാഷ്ട്രീയ, ജാതി, മത, മറ്റ് പാമരനെന്നോ പണ്ഡിതനെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നുള്ള വ്യത്യാസങ്ങളില്ലാതെ ഓരോ വ്യക്തിയും ഓരോരുത്തരുടെ ജീവന് വേണ്ടിയും പരിശ്രമിച്ചപ്പോഴാണ് കേരളത്തിലെ മരണസംഖ്യകൾ കുറയാൻ കാരണമായത്. ഇനി നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ള ഈ യോഗത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നമുക്കറിയാം പ്രളയ ദുരന്തമുണ്ടായപ്പോൾ
നിരവധി ആളുകളുടെ, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു, നിരവധി ആളുകളുടെ പരിശ്രമം കൊണ്ടാണ് മരണസംഖ്യ കുറയ്ക്കാൻ പറ്റിയെന്ന്. നിരവധി ആളുകൾ കയ്യെ സഹായിക്കുകയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങള്, സംസ്കാരവും വിദ്യാഭ്യാസവുമുള്ള കേരളത്തിലെ ജനങ്ങള് ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് മരണസംഖ്യ ഇത്രമാത്രം താഴ്ത്തി വെക്കാൻ നമുക്ക് കഴിഞ്ഞത്. മാള ഏരിയ പ്രസിഡന്റ് കെ രാജൻ അധ്യക്ഷനായി. മാള സർക്കിൾ ഇൻസ്പെക്ടർ ഭൂപേഷ് മുഖ്യാതിഥിയായി. മാള പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ, ജയപ്രകാശ്, KT സുകുമാരൻ, AKPUS സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനേഷ് കുമാർ ആദരണീയ സന്ദേശം നൽകി. UK സദാനന്ദൻ, KK സുന്ദരൻ, സുബ്രൻ പൂപ്പത്തി, സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു. കൊടകര മാള സംസ്ഥാന പാതയിലെ ആളൂർ മേൽപ്പാലത്തിനു സമീപം റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള പൊന്തക്കാട്ടിൽ പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. 1.5 വയസ്സു മാത്രം തോന്നിക്കുന്ന പെൺകുഞ്ഞിന്റെ മൃതദേഹമാണ് ഞായറാഴ്ച രാവിലെ കണ്ടെത്തിയത്. കുട്ടിയെ തിരിച്ചറിഞ്ഞിട്ടില്ല. 2 ദിവസത്തെ പഴക്കം മൃതദേഹത്തിന് ഉള്ളതായി കണക്കാക്കുന്നു. സമീപത്തെ പറമ്പിലെത്തിയ പണിക്കാരൻ ദുർഗന്ധം തോന്നി തിരച്ചിൽ നടത്തിയപ്പോഴാണ് പൊന്തക്കാട്ടിൽ മൃതദേഹം കണ്ടത്. മുഖത്ത് പരിക്കു കാണുന്നുണ്ട്. തീവണ്ടിയിൽ നിന്ന് വീണതാണോ അതോ മൃതദേഹം ഇവിടെ വലിച്ചെറിഞ്ഞതാണോ എന്ന് വ്യക്തമായിട്ടില്ല. കൊടകര CI K സുമേഷ്, ആളൂർ SI VV വിമൽ എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി അന്വേഷണം ആരംഭിച്ചു. ഏകദേശം ഒരു 1.5 വയസ്സ് താഴെ പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ മൃതദേഹമാണ് നമ്മൾ ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്നിവിടെ കണ്ടിട്ടുള്ളത്. ഇത് ഏകദേശം ഒരു 24 മണിക്കൂറിൽ കൂടുതൽ മൃതദേഹത്തിന് പഴക്കം തോന്നുന്നുണ്ട്. ഒരുപക്ഷെ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടതോ അതല്ലെങ്കിൽ ഏതെങ്കിലും അപകടം മൂലം ചിലപ്പോൾ ട്രാക്കിൽ വന്നുകൊണ്ടതാകാം. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പരിസരത്തൊന്നും അങ്ങനെ ഒരു കുട്ടീനെ മിസ്സായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും കാര്യമൊന്നും കണ്ടിട്ടില്ല. പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അറിഞ്ഞത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള റിപ്പോർട്ടുകൾ കുട്ടിയെ കാണാതായതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിനാണ് പോലീസ് അതിന് സാധ്യത കൽപ്പിക്കുന്നത്. ഡോഗ് സ്ക്വാഡ്, അതുപോലെ തന്നെ ഫോറൻസിക് സർജൻ, അതുപോലെ തന്നെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പോൾ ഇവിടെ ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടത്തിയതിന് ശേഷമാണ് പോലീസുകാർക്ക് അതിലൊരു പ്രാഥമികമായിട്ടുള്ള ഒരു വിവരം ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതായത് ജോസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരൻ അവൻ്റെ വീട്ടിൽ നിന്ന് കടയിലേക്ക് പോകാൻ എന്തോ സാധനങ്ങൾ മേടിക്കാൻ അങ്ങോട്ട് വരികയായിരുന്നു. അപ്പോൾ അവൻ വരുന്ന ട്രാക്കിൽ ട്രെയിൻ കണ്ടു. ട്രെയിൻ വരുന്നു. അപ്പോൾ നേരെ ക്രോസ് ചെയ്തു മറ്റേ ട്രാക്കിലേക്ക് കയറി വന്ന വഴിച്ചാലിൽ ഒരു മണം കെട്ടു. മണം കഴിയുമ്പോൾ അവൻ നോക്കിയപ്പോൾ ഒരു പിഞ്ചു കുഞ്ഞ് ഇവിടെ കിടക്കുന്നു. അപ്പം ഇവ ഓടി വന്ന് കടയിൽ നാട്ടുകാരുടെ മൊത്തം പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ ഓടി വന്ന് നോക്കിയത് എന്തോ സംഭവിച്ചിട്ട് കളഞ്ഞേക്കുന്ന കൊച്ചെന്ന് തോന്നുന്നു എൻ്റെ അഭിപ്രായത്തിൽ. എനിക്കിനി വേറൊന്നും പറയാനില്ല. എനിക്ക് പ്രാന്തായി തുടങ്ങി. ഈ കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യം പറഞ്ഞാൽ എനിക്ക് പ്രാന്താവും. അതിന് വേണ്ടി എനിക്കൊന്നും പറയാനില്ല. പുഴയ്ക്ക് നഷ്ടപ്പെട്ട കരഭാഗങ്ങൾ പ്രളയശേഷം തിരികെ പിടിച്ചുവെന്ന് പഴമക്കാർ പറഞ്ഞു തീരും മുൻപേ പുഴത്തീരത്ത് കയ്യേറ്റം വീണ്ടും ആരംഭിച്ചു. അന്നമനട ചാലക്കുടി പുഴയുടെ ചൂണ്ടാണിക്കടവിന് ചേർന്നുള്ള പുഴപ്രദേശമാണ് സ്വകാര്യ വ്യക്തി കയ്യേറാൻ ശ്രമം ആരംഭിച്ചിരിക്കുന്നത്. കമ്പിവേലി കെട്ടി ഇരുമ്പിന്റെ ഷീറ്റ് ഉപയോഗിച്ച് മറച്ചാണ് കയ്യേറ്റ ശ്രമം നടത്തിയിട്ടുള്ളത്. മതിലിന് പുറമെയാണ് പുഴഭാഗം വളച്ചുകെട്ടിയിരിക്കുന്നത് എന്നത് കയ്യേറ്റമാണെന്ന കാര്യം വ്യക്തമാക്കുന്നുവെന്ന് നാട്ടുകാർ. പ്രളയശേഷം ചൂണ്ടാണിക്കടവ് 2.5 പതിറ്റാണ്ട് മുൻപത്തെ നിലയിലേക്ക് മടങ്ങിയെത്തവെയാണ് കയ്യേറ്റം. മണൽത്തിട്ടകൾ രൂപപ്പെട്ടതോടെ പുഴ മടങ്ങിയെത്തിയെന്ന ആശ്വാസത്തിലാണ് പ്രകൃതി സ്നേഹികളും നാട്ടുകാരും. പുഴ സംരക്ഷിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സംരക്ഷണ സന്ദേശം നൽകി വൻ ജനക്കൂട്ടം ചൂണ്ടാണിക്കടവിൽ ഏതാനും ദിവസം മുൻപ് ഒത്തുചേർന്നത്. എന്നാൽ ഇത്തരത്തിൽ കയ്യേറ്റങ്ങൾ തുടർന്നാൽ എല്ലാം പഴയതുപടിയാകുമെന്നും ഇത് ചാലക്കുടി പുഴയ്ക്ക് ചരമഗീതം എഴുതുകയാകും ചെയ്യുക എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. വില്ലേജ് പഞ്ചായത്ത് അധികൃതരുടെ ഒത്താശയും പകൽ വെളിച്ചത്തിൽ ഇത്തരത്തിലുള്ള കയ്യേറ്റങ്ങൾ സൂചിപ്പിക്കുന്നതെന്ന് ആക്ഷേപമുണ്ട്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് പുഴയുടെ സ്വാഭാവികത നിലനിർത്താൻ ഇനിയെങ്കിലും അധികൃതർ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. BJP അന്നമനട പഞ്ചായത്ത് കമ്മിറ്റി, സംസ്ഥാന ഇൻഡസ്ട്രിയൽ സെൽ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ പ്രളയബാധിതരായ സംരംഭകർ, കൃഷിക്കാർ എന്നിവർക്ക് ദുരിതാശ്വാസ കിറ്റുകൾ വിതരണം ചെയ്തു. അന്നമനട വിവേകോദയം വിദ്യാമന്ദിർ സ്കൂളിൽ നടന്ന ചടങ്ങ് BJP ഇൻഡസ്ട്രിയൽ സെൽ സംസ്ഥാന കൺവീനർ CV സജിനി ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണം വിളമ്പി തരുന്ന
അന്നമന എന്ന ഒരു ഇല്ലം ഈ നാട്ടിലുണ്ട്. ആ ഇല്ലത്തിന്റെ പേരിലാണ് ഈ നാടിന് പോലും ആ പേര് വന്നത്. അപ്പൊ എന്താ ഈ മണ്ണിന്റെ പ്രത്യേകത? സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ, സേവനത്തിന്റെ ഒക്കെ ഒരു ആൾരൂപമാണ്, ഒരു മൂർത്തിമത് ഭാവമാണ് ഈ അന്നമന നദ എന്ന് പറയുന്ന ഈ മണ്ണ്. അപ്പോ ഈ സേവനം, അത് സ്വാമി പറഞ്ഞതുപോലെ അത് വർണ്ണവർഗ വിവേചനങ്ങൾക്ക് അപ്പുറമായിരിക്കണം. ഇന്നിപ്പോ ഞാൻ പോരാൻ നേരത്തെ ടി വി വെച്ച് നോക്കിയപ്പോ ഒരു ന്യൂസ് കണ്ടു. കോഴിക്കോട് മാവൂര്, ആ മാവൂർ എന്ന് പറയുന്ന ഗ്രാമത്തിന്റെ ആ നാട്ടിലെ ചില ഭാഗങ്ങൾ പൂർണ്ണമായും പ്രളയത്തിൽ മുങ്ങിപ്പോയതാണ്. പക്ഷെ ആ മുങ്ങിപ്പോയ പ്രദേശത്തെ ആളുകൾക്കൊന്നും ഈ ധനസഹായം ലഭിച്ചിട്ടില്ല. ലഭിച്ചിരിക്കുന്നത് ഈ പ്രളയമൊന്നും യാതൊരു രീതിയിലും ബാധിക്കാത്ത ചില പ്രദേശങ്ങളിലെ ആളുകൾക്കാണ്. അപ്പൊ ഇത്തരത്തിലുള്ള പരാതികള്, ഇത്തരത്തിലുള്ള വിവേചനങ്ങള് കേരളത്തിലെ പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അപ്പൊ ഈ വിവേചനങ്ങൾക്കൊക്കെ അപ്പുറം ഒരു ജനത, ഒരു മഹാദുരന്തത്തിന്റെ മുന്നില് ഒരു ജനത അനുഭവിച്ച വേദനയെ, വികാരങ്ങളെ, ആശങ്കകളെ പൂർണ്ണമായും ഉൾക്കൊള്ളുകൊണ്ട് അവരുടെ വേദനകളെ സ്നേഹത്തോടെ ആശ്ലേഷിച്ചുകൊണ്ട് അവർക്ക് മുൻപോട്ടുള്ള, അവർക്ക് അതിജീവനത്തിനുള്ള ഒരു വഴി കണ്ടെത്താനാണ് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ശ്രമിക്കുന്നത്. BJP SC മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ ഷാജു മോൻ വട്ടേക്കാട്ട് മുഖ്യാതിഥിയായി. BJP കൊടുങ്ങല്ലൂർ മണ്ഡലം പ്രസിഡന്റ് MG പ്രശാന്തലാൽ, ന്യൂനപക്ഷ മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ജോസഫ് പടമാടൻ, സിന്ധു സുനിൽകുമാർ, ഷാജു മറ്റത്തിൽ, KA രാജീവ്, കൃഷ്ണൻ പാണാട്ട് എന്നിവർ പ്രസംഗിച്ചു. പ്രളയത്തിൽ സ്വജീവൻ പണയപ്പെടുത്തി പോലും രക്ഷാപ്രവർത്തനം നടത്തിയവരെ കൊച്ചുകടവ് വെസ്റ്റ് 11 ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. കുണ്ടൂർ പള്ളി പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച ആദരിക്കൽ ചടങ്ങ് കുഴൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഹസീബ് അലി ഉദ്ഘാടനം ചെയ്തു. ഹബീബ് മാതിരപ്പള്ളി അധ്യക്ഷത വഹിച്ചു. കുണ്ടൂർ മേരി ഇമ്മാക്കുലേറ്റ് പള്ളി വികാരി ഫാദർ റാഫേൽ മൂലൻ, SNDP എരവത്തൂർ ശാഖ പ്രസിഡന്റ് PK സാബു, SNDP കുഴൂർ ശാഖ സെക്രട്ടറി PN ബേബി, കൊച്ചുകടവ് മഹല്ല് പ്രസിഡന്റ് PA ഖാലിദ്, KS പരമേശ്വരൻ, ജസീർ ദാരിമി, വാർഡ് അംഗം മുഹമ്മദ് ഫൗസി, കുഴൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TA ഷമീർ, ജിജി കുമാർ, ത്വാഹ ഹാഫിസ്, ജലീൽ മാള തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂട്ടർ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മാള കോട്ടവാതിൽ സ്വദേശി പാട്ടത്തിപ്പറമ്പിൽ കൃഷ്ണൻ 68 വയസ്സ് മരിച്ചു. കഴിഞ്ഞ 13-ന് പൊയ്യ അഗ്നിശമന സേനാ യൂണിറ്റിന് സമീപത്തായിരുന്നു കൃഷ്ണൻ സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റ ഇയാളെ അഗ്നിശമന സേനാംഗങ്ങൾ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. തുടർന്ന് ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. കുറ്റിപ്പുറം ഇടപ്പള്ളി 4 പാതയുടെ ജില്ലയിലെ അതിർത്തിക്കല്ല് സ്ഥാപിക്കൽ അടുത്തയാഴ്ചയോടെ പൂർത്തിയാകും. ചാവക്കാട് താലൂക്കിലെ കടിക്കാട് മുതൽ കൊടുങ്ങല്ലൂർ താലൂക്കിലെ മേത്തല വലിയ പണിക്കന്തുരുത്ത് വരെയുള്ള 63 കിലോമീറ്റർ ദൂരത്തിലുള്ള അതിർത്തിക്കല്ലുകളാണ് സ്ഥാപിക്കുന്നത്. ശ്രീനാരായണപുരം വില്ലേജിലെ പൊരി ബസാർ വരെ കല്ലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അതേസമയം പദ്ധതിയിൽ ജില്ലയിൽ നിലവിൽ വരുന്ന 6 ബൈപ്പാസുകളുടെയും അതിർത്തിക്കല്ലുകൾ സ്ഥാപിക്കുന്ന ജോലികൾ മാറ്റിവെച്ചിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും ഇപ്പോഴും പ്രളയജലം കെട്ടിക്കിടക്കുന്നതുമൂലമാണ് അതിർത്തിക്കല്ലുകൾ സ്ഥാപിക്കുന്നത് മാറ്റിവെച്ചിട്ടുള്ളതെന്നാണ് അധികൃതർ പറയുന്നത്. ചാവക്കാട് 2.45 കിലോമീറ്ററും വാടാനപ്പള്ളിയിൽ 6.18 കിലോമീറ്ററും നാട്ടികയിൽ 4.15 കിലോമീറ്ററും ചന്ദ്രാപിന്നിയിൽ 2 കിലോമീറ്ററും മൂന്നുപീടികയിൽ 2.63 കിലോമീറ്ററും മതിലകത്ത് 4.78 കിലോമീറ്ററുമാണ് കല്ലുകൾ സ്ഥാപിക്കാതെ മാറ്റി നിർത്തിയിട്ടുള്ളത്. പ്രളയജലം ഒഴിയുന്നതോടെ ഇവിടെ കല്ലുകൾ സ്ഥാപിക്കും. തികച്ചും ഉൾപ്രദേശങ്ങളിലൂടെയാണ് ബൈപ്പാസുകൾ കടന്നുപോകുന്നതെന്നുള്ളതിനാൽ ഇവിടെ കല്ലുകൾ സ്ഥാപിക്കൽ ദുഷ്കരമാണ്. ശനിയാഴ്ച ആല ശങ്കരനാരായണ ക്ഷേത്രത്തിന് മുൻഭാഗത്തു നിന്നും അതിർത്തിക്കല്ലുകൾ സ്ഥാപിക്കാനായിരുന്നു അധികൃതരുടെ തീരുമാനം. ഇതിനായി വലിയ തോതിലുള്ള പോലീസിനെയും മറ്റും ഇവിടെ വിന്യസിച്ചിരുന്നു. റോഡ് വികസനത്തിന്റെ പേരിൽ ക്ഷേത്രഭൂമി ഏറ്റെടുക്കരുതെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ അനിശ്ചിതകാല റിലേ നിരാഹാര സമരം ആരംഭിക്കുകയും 100 കണക്കിന് സ്ത്രീകൾ അടക്കമുള്ള ഭക്തജനങ്ങൾ സത്യാഗ്രഹം ആരംഭിക്കുകയും ചെയ്തതോടെ അധികൃതർ പിൻവാങ്ങുകയും തൊട്ടു സമീപത്തെ പൊരി ബസാറിൽ നിന്ന് കല്ലുകൾ സ്ഥാപിക്കുകയുമായിരുന്നു. അടുത്ത ദിവസം ഇവിടെ അതിർത്തി കല്ലുകൾ സ്ഥാപിക്കുമെന്നാണ് അറിയുന്നത്. പ്രളയബാധിതർക്ക് സഹായഹസ്തവുമായി
പുല്ലൂറ്റ് അസോസിയേഷൻ ഖത്തർ. പുല്ലൂറ്റ് മേഖലയിൽ പ്രളയത്തിൽ വീട് തകർന്ന 10 വീട്ടുകാർക്ക് സാമ്പത്തിക സഹായവും പ്രളയബാധിതരായ 200ഓളം വിദ്യാർത്ഥികൾക്ക് പ്രഷർ കുക്കറും വിതരണം ചെയ്തു. പുല്ലൂറ്റ് TDP ഹാളിൽ വെച്ച് നടന്ന ചടങ്ങ് VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ 680ഓളം വീടുകൾ പൂർണ്ണമായിട്ട് വീടുകളുണ്ട്. അവരുടെ ആദ്യം തന്നെ അവരുടെ സ്വന്തമായിട്ടുള്ള വീട്ടിലേക്ക് ഏതെങ്കിലും വല്ലതും ചെയ്യുവാനുള്ള സാഹചര്യം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ഗവൺമെന്റിന്റെയും സന്നദ്ധ സംഘടനകളുടെയും എല്ലാം തന്നെ പൂർണ്ണമായിട്ടുള്ള സഹകരണത്തോടുകൂടി നിർമ്മിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. പക്ഷെ ആ ഒരു സാധ്യതകൾ ഒരുപക്ഷെ നാം വളർന്നു വന്ന നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിച്ച നമ്മുടെ വീടുകളുടെ സ്വപ്നമാണ് ഈ പ്രളയത്തോടുകൂടി ഇല്ലാതെ അതെല്ലാം തിരിച്ചു പിടിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ നമുക്കുണ്ട്. ഒരു വലിയൊരു കൂട്ടായ്മ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്തിക്കാൻ കഴിയുന്നത് വലിയൊരു കൂട്ടായ്മയുടെ ഫലമായി. ജീവകാരുണ്യ പ്രവർത്തകൻ ഷഹീൻ K മൊയ്തീനെ ആദരിച്ചു. ഡാവിഞ്ചി സുരേഷ്, മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CK രാമനാഥൻ, കൗൺസിലർമാരായ EC അശോകൻ, PN രാമദാസ്, ON ജയദേവൻ, വിനീത മണിലാൽ, കവിത മധു തുടങ്ങിയവരും പൊതുപ്രവർത്തകരായ ഷഫീർ കാരുമാത്ര, താജ് മാസ്റ്റർ, മനോജ് V കൊടുങ്ങല്ലൂർ എന്നിവരും പങ്കെടുത്തു. റഷീദ് മുഹമ്മദ്, ബിജേഷ് ബലരാമൻ, അഖിലേഷ് മണാലിക്കാട്ടിൽ, നിതിൻ നിർമ്മൽ, നവാസ് K ബാവ, റെജിൻ CR തുടങ്ങിയവർ നേതൃത്വം നൽകി. BJP മാള അന്നമനട കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വെള്ളപ്പൊക്ക ദുരിതബാധിതർക്ക് ധാന്യക്കിറ്റ് വിതരണം ചെയ്തു. ചക്കാമ്പ്രമ്പ് അമ്പലനടയിൽ നടന്ന ധാന്യക്കിറ്റ് വിതരണം BJP SC മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ ഷാജിമോൻ വട്ടേക്കാട്ട് ഉദ്ഘാടനം ചെയ്തു. ഒരു പാഠമാണ് നമുക്ക് നൽകുന്നത് എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. മറ്റൊന്ന് നമുക്കറിയാൻ സാധിക്കും, പ്രകൃതിയെ നോക്കുന്ന സമയത്ത് ഇവിടെ വെള്ളപ്പൊക്കമുണ്ടായി. ആ വെള്ളം ഏതിലൂടെയാണ് ഒഴുകിയത്? പണ്ട് എവിടെയായിരുന്നു പുഴയുണ്ടായിരുന്നത്? പണ്ട് എവിടെയായിരുന്നു വയലുണ്ടായിരുന്നത്? പണ്ട് എവിടെയാണ് തോടുണ്ടായിരുന്നത്? അവിടെയാണ്, ആ വഴിയിലൂടെ തന്നെയാണ് ഇന്ന് വെള്ളം ഒഴുകിയിട്ടുള്ളത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാൻ സാധിക്കും, എല്ലായിടത്തും വികസനം. നമ്മളെ സംബന്ധിച്ച് വികസനത്തിന് BJP എതിരല്ല. മറിച്ച് ആ വികസനം എന്ന് പറയുന്നത് വൻകിട കെട്ടിടങ്ങളും റിസോർട്ടുകളും ഒന്നുമല്ല. കെട്ടിടങ്ങളും റിസോർട്ടുകളും അത് ആവശ്യത്തിന് വേണം. പക്ഷെ അതേസമയം വനങ്ങൾ, മലകൾ, പ്രകൃതി, സമതലങ്ങൾ, ജീവികൾ, അതുപോലെ തന്നെ പക്ഷികൾ, മൃഗങ്ങൾ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വികസനം. ആ വികസനമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അനിവാര്യമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അജിത് MM അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പ്രളയ ദുരിത രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയ പോൾ വേഴപ്പറമ്പിൽ, VA ഫിനിഷ് എന്നിവരെ BJP സംസ്ഥാന സെക്രട്ടറി രേണുക സുരേഷ് പൊന്നാടി അണിയിച്ച് ആദരിച്ചു. അല്ലെങ്കിൽ മനഃപൂർവ്വം സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രളയത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വലിയൊരു കെടുതിയിൽ ഷാജിമോനിയുടെ സൂചിപ്പിച്ച പോലെ വലിയൊരു അതിജീവനത്തിൻ്റെ മാർഗത്തിലേക്ക് നാം എങ്ങനെ പോകുന്നു എന്നും അതിനുവേണ്ടി നാം നേരിടേണ്ടി വന്നിട്ടുള്ള കഷ്ടതകളെക്കുറിച്ചും അനുഭവങ്ങളെക്കുറിച്ചുമൊക്കെ ഇവിടെ സംസാരിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ചില കാര്യങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, കേരളമെമ്പാടും പല ജില്ലകളിൽ പ്രളയ ദുരന്തവുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയങ്ങളിലൊക്കെ തന്നെയും നിരവധി അമ്മമാരുടെയും അതുപോലെ തന്നെ നിരവധി കുടുംബങ്ങളുടെയും ഒക്കെ കണ്ണുനീര് നേരിട്ട് കണ്ട് അതിൽ അവർക്കൊരു കൈത്താങ്ങായിട്ട് പ്രവർത്തിക്കണമെന്നുള്ള ഒരു വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ ആദ്യമേ തന്നെ ക്ഷേത്ര നടയിൽ നിന്നുകൊണ്ട് ഈശ്വരനെ നമിച്ചുകൊണ്ട് മണ്ഡലം സെക്രട്ടറിമാരായ സദാശിവൻ, CM കൃഷ്ണൻ പാണാട്ട്, സിന്ധു സുനിൽ, പഞ്ചായത്ത് കമ്മിറ്റി നേതാക്കളായ ആന്റണി കാച്ചപ്പള്ളി, ഗോപി, ആനന്ദൻ, സുനിൽ വർമ്മ, ജയരാജ് വാര്യർ, ഉഷ ബാലൻ, ശുഭ സുനിൽ എന്നിവർ നേതൃത്വം നൽകി. പ്രളയക്കെടുതിയിൽ തകർന്ന ചീനവല അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ തകർന്നു വീണ് മത്സ്യത്തൊഴിലാളി മരിച്ചു. അഴീക്കോട് മുനയ്ക്കൽ കുട്ടത്തും വീട്ടിൽ കരുണാകരൻ മകൻ സുധീർ കുമാർ ആണ് മരിച്ചത്. ഇന്നലെ രാവിലെ 9:45 അപകടം.
അഴീക്കോട് മുനയ്ക്കലിൽ ചീനവല തൊഴിലാളിയാണ്. കഴിഞ്ഞ മഹാപ്രളയത്തിൽ നശിച്ച സുഹൃത്തിന്റെ ചീനവലയിലെ അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടിരിക്കെയാണ് അപകടം. ചീനവലയുടെ കല്ലുകൾ തൂക്കിയിടുന്ന പുറത്തെ കഴുക്കോൽ ഒടിഞ്ഞു വീണാണ് അപകടം. മഹാപ്രളയത്തിൽ ഇവിടെയുണ്ടായിരുന്ന 19 ചീനവലകളും പിഴുതെറിയപ്പെട്ടിരുന്നു. ഇവ തൊഴിലാളികൾ കൂട്ടമായി നന്നാക്കി വരികയായിരുന്നു. ഇന്നലെ കൈമാപ്പറമ്പിൽ രവിയുടെ ഉടമസ്ഥതയിലുള്ള ചീനവലയിൽ പണിയെടുത്തുകൊണ്ടിരിക്കെയാണ് അപകടം. വല കഴുക്കോലിൽ പിടിപ്പിച്ച ശേഷം വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കെ ഇരുമ്പുകൊണ്ട് തയ്യാറാക്കിയ പുറത്തെ കഴുക്കോൽ ഒടിഞ്ഞ് സുധീറിന്റെ കഴുത്തിനു പുറകിൽ പതിക്കുകയായിരുന്നു. ഈ സമയം ചീനവലയിൽ ബ്രാസിൽ കയറി നിന്നിരുന്ന തൊഴിലാളികൾ 5 പേർ പുഴയിലേക്ക് വീണുവെങ്കിലും അപകടമൊന്നും സംഭവിച്ചില്ല. സംഭവ സമയം 15ഓളം തൊഴിലാളികൾ ചീനവലയുണ്ടായിരുന്നു. കഴുക്കോൽ ഒടിയുന്ന ശബ്ദം കേട്ട് എല്ലാവരും ചിതറി വൻ ദുരന്തം ഒഴിവാകുകയായിരുന്നു. വീഴ്ചയിൽ സുധീറിന്റെ കാലിലെ എല്ലിനും പൊട്ടലേറ്റിരുന്നു. അപകടം നടന്ന ഉടൻ സുധീറിനെ കൂടെയുള്ളവർ മോഡേൺ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ ആദരിച്ചു. പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മേത്തല വില്ലേജ് ഓഫീസർ ശ്യാമള ജയറാം, ടി.വി. മുരുകൻ, മേഖലയിലെ 40ഓളം സന്നദ്ധ പ്രവർത്തകർ എന്നിവരെ കൊടുങ്ങല്ലൂർ മർച്ചന്റ്സ് അസോസിയേഷൻ ആദരിച്ചു. കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും പ്രളയജലം കയറി നാശനഷ്ടം സംഭവിച്ച വ്യാപാരികൾക്കുള്ള 2ാം ഘട്ട സഹായവും പലിശരഹിത വായ്പയും ചടങ്ങിൽ വിതരണം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം മകളെയും കുട്ടി ക്യാമ്പിൽ താമസിച്ചുകൊണ്ട് സമർപ്പിതമായിട്ടുള്ള സേവനമാണ്. കണ്ണീരൊപ്പുന്ന കാര്യത്തിൽ ഒരു അമ്മയുടെ മനസ്സോടുകൂടി, ഒരു അമ്മയുടെ മനസ്സ് ദുരന്തമുഖത്ത് ഉണർന്ന് പ്രവർത്തിക്കുമ്പോൾ എത്രത്തോളം ആശ്വാസം കിട്ടും, കണ്ണീരിന്റെ പ്രവാഹത്തെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും, ഇത് കൊടുങ്ങല്ലൂരിൽ കണ്ടിട്ടുള്ള മഹത്തായ സംഭവമാണ്. കൊടുങ്ങല്ലൂരിന്റെ ചരിത്ര സ്മൃതികളിൽ പുതിയ ഏടുകൾ എഴുതി ചേർത്തവരാണ് നമ്മുടെ ശ്യാമള ജയറാമും അതുപോലെ മുരുകനും ഒക്കെ. ഇനി അത്രത്തോളം നോട്ടീസ് ചെയ്യപ്പെടാത്ത നമ്മുടെ സമീപ പ്രദേശവാസികളായിട്ടുള്ള കൊച്ചുവഞ്ചികളിൽ ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് ഒഴുകുന്ന വെള്ളത്തെയും ജലം ബോംബിന്റെ സമാനമായിട്ടുള്ള രീതിയിലാണ്. ജലം ശരിക്കും പറഞ്ഞാൽ ബോംബിനേക്കാൾ പ്രഹരശേഷിയുള്ള ആ ഒരു സമയത്ത് നമുക്ക് ഇപ്പൊ പറയുമ്പോ ആ വാക്കുകൾ കൊണ്ട് അതിനെ വിസ്തരിക്കാനായിട്ട് നമുക്ക് കഴിയില്ല. പക്ഷെ ആ ഒരു പ്രളയ മുഖത്ത് ഒന്നും ആലോചിക്കാതെ വഞ്ചിയുടെ കെട്ടഴിച്ച് എവിടേക്കൊക്കെയാണ് പോയതെന്ന് നമുക്കറിയില്ല. പക്ഷെ അത് ദൈവത്തിന്റെ നിയോഗമല്ലേ. നമ്മുടെ നാട്ടിൽ മതവും ജാതിയും മറ്റു ചിന്തകളും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് മനുഷ്യ സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലേ? കൊടുങ്ങല്ലൂരിന്റെ വലിയ പൈതൃകല്ലേ, കൊടുങ്ങല്ലൂർ അമ്മയുടെ അനുഗ്രഹമല്ലേ, നമ്മുടെ മതസംഗമ ഭൂമിയായിട്ടുള്ള സെന്റ് തോമസ് ലഹരിയും അതുപോലെ. അസോസിയേഷൻ പ്രസിഡന്റ് PA ധർമ്മപാലൻ അധ്യക്ഷനായി. TK ഷാജി, മുഹമ്മദ് യൂസഫ്, KJ ശ്രീജിത്ത്, NA ജീവൻ, PK സത്യശീലൻ, രാജീവൻ പിള്ള, MK സലീൽ, CC അനിത എന്നിവർ സംസാരിച്ചു. കേരള പ്രവാസി സംഘം മേത്തല സമ്മേളനം നടന്നു. നഗരസഭാ ചെയർമാൻ KR ജയതൻ ഉദ്ഘാടനം ചെയ്തു. വലിയ സംഭാവന ചെയ്യുന്ന ഒരു വിഭാഗം ആണ് പ്രവാസികൾ. നമ്മുടെ സംസ്ഥാനത്ത് സാമ്പത്തികമായ ഒരു നിലനിൽപ്പ് അല്ലെങ്കിൽ സമ്പദ്ഘടന ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നത് പ്രവാസികൾ അയക്കുന്ന പണത്തിന്റെ ഒരു അടിസ്ഥാനത്തിലാണ്. ഒരു സംസ്ഥാനമായാലും ഒരു രാജ്യമായാലും അതിന്റെ ഒരു ഇക്കണോമിക് സിസ്റ്റം, അതിന്റെ ഒരു സാമ്പത്തിക ഘടന നിലനിൽക്കുന്നത് സ്വാഭാവികമായും അവിടുത്തെ ഉൽപാദനത്തെ ആശ്രയിച്ചാണ്. നമ്മുടെ നാടിന്റെ പ്രൊഡക്ഷൻ, അത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ആവട്ടെ, വ്യാവസായിക ഉൽപാദനമാവട്ടെ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ ആവട്ടെ, കാർഷിക മേഖലയിൽ ഉൽപാദനം, അങ്ങനെ ഉൽപാദനത്തെ ആശ്രയിച്ചുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ സമ്പദ്ഘടന നിലനിൽക്കുന്നത്. അപ്പൊ ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് സമ്പദ്ഘടനയുടെ അടിസ്ഥാന തത്വം. അതൊരു സാമ്പത്തിക ശാസ്ത്രമാണ്. ആ ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് തൊഴിൽ ലഭ്യമാകും. ഉൽപാദന മേഖലയിൽ തൊഴിലാളിക്ക് തൊഴിൽ കിട്ടും എന്നുള്ളതാണ് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന്റെ മറ്റൊരു ആനുകൂല്യം. എന്ന് പറഞ്ഞാൽ തൊഴിൽ രംഗത്ത് ഒരുപാട് തൊഴിൽ സാധ്യതകൾ വർദ്ധിക്കും. ഉൽപാദന മേഖലയിൽ അതിപ്പോ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലായി. കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി KM പ്രകാശ്, PA തോമസ്, അബ്ദുൾ ഖാദർ കണ്ണെഴുത്ത്, MK പ്രതാപ്, സഹീർ, ഹർഷൻ എന്നിവർ സംബന്ധിച്ചു. ചടങ്ങിൽ തണൽ റെസിഡൻസ് അസോസിയേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി.
കല്ലംകുന്ന് സർവീസ് സഹകരണ ബാങ്കിന്റെ 30ാമത് വാർഷിക പൊതുയോഗത്തിനോടനുബന്ധിച്ച് ബാങ്കിന്റെ ശുദ്ധമായ കൽപ്പശ്രീ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുന്ന കേരളത്തിന്റെ പരമ്പരാഗത തനതു വിഭവങ്ങളുടെ വിപണന ഉദ്ഘാടനം സെപ്റ്റംബർ 23 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടവരമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷാജി നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് ശ്രീ പ്രദീപ് യു മേനോൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വേളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഇന്ദിര തിലകൻ മുഖ്യാതിഥിയായിരുന്നു. കൂടാതെ സ്മാർട്ട് ക്ലാസ് റൂം പദ്ധതിയുടെ ഭാഗമായി നടവരമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ബാങ്കിന്റെ വകയായി ടി.വി. പ്രസ്തുത ചടങ്ങിൽ വെച്ച് PTA പ്രസിഡന്റ് ശ്രീ മോഹനന് നൽകിക്കൊണ്ട് ശ്രീ ഷാജി നക്കര നിർവഹിച്ചു. സെക്രട്ടറി ഗണേഷ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് പൊറിഞ്ചു നന്ദിയും പറഞ്ഞു. ചരമം. വെള്ളാങ്കല്ലൂർ വെള്ളക്കാട് പാറയിൽ ചന്ദ്രൻ നിര്യാതനായി. സംസ്കാരം നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിൽ യുവതി മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി മരിച്ചു. രക്ഷിക്കാനെത്തിയ ഭർത്തൃമാതാവിനും കൈക്കുഞ്ഞിനും പൊള്ളലേറ്റു. AITUC കൊടുങ്ങല്ലൂർ മണ്ഡലം ജില്ലാ സമ്മേളനം മാള വ്യാപാര ഭവനിൽ നടന്നു. അഖില കേരള പുലയോദ്ധാരണ സഭ മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മികച്ച രീതിയിൽ പ്രളയദുരിത രക്ഷാപ്രവർത്തനം നടത്തിയ മാള പോലീസിനെ ആദരിച്ചു. ആളൂർ മേൽപ്പാലത്തിനു സമീപം പൊന്തക്കാട്ടിൽ പിഞ്ചുകുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തി. പ്രളയബാധിതരായ സംരംഭകർ, കൃഷിക്കാർ എന്നിവർക്ക് BJP ദുരിതാശ്വാസ കിറ്റുകൾ വിതരണം ചെയ്തു. കുറ്റിപ്പുറം ഇടപ്പള്ളി 4-വരിപ്പാത അതിർത്തിക്കല്ല് സ്ഥാപിക്കൽ പുരോഗമിക്കുന്നു. കല്ലുകൾ സ്ഥാപിക്കുന്നത് ബൈപ്പാസുകൾ ഒഴിവാക്കിയാണ്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.